ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ്. എക്സാമ്പിൾ ഓഫ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പെൻഡുലാണ്. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രിങ്, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് L ആണ്. അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് എന്ന് പറയുന്നത് അതിലൊരു ബോബാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ഓസിലേറ്റ് ചെയ്യുകയാണ്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ, അതായത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പൊസിഷനിലുള്ള സമയത്തുള്ളൊരു പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ X ആയിട്ട് എടുക്കുകയാണ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ Y ആക്കി എടുക്കുകയാണ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ H ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ L = Y + H എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. അതുപോലെ ഫ്രം ഫിഗർ X = L sin θ, Y = L cos θ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ½ × M × S.2 + Y.2 എന്നതാണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അതായത് കൺസ്ട്രെയിൻഡ് ആണ് ഇവിടെ. അപ്പോൾ ലെങ്ത് ഇവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന വേരിയബിൾ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ആംഗിൾ ചെയ്യുന്നുള്ളൂ. ഈ ഒരു സിസ്റ്റം നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക്, ഇതിലിപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ്, ഇത് നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ L എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് റിലേഷൻ എന്നാണ് ഈ രീതിയിൽ എഴുതും. അപ്പോൾ S ഡോട്ട് നമ്മൾ ആദ്യം കണ്ടെത്തണം. S ഡോട്ട് = L കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. സൈൻ തീറ്റൻ്റെ കോസ് തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട്. അതുപോലെ Y ഡോട്ട് = L സൈൻ തീറ്റ മൈനസ് ഉണ്ടാവും ഇൻറ്റു തീറ്റ ഡോട്ട്. ഇതാണ് നമുക്ക് S ഡോട്ടും Y ഡോട്ടും വരുന്നത്. ഈ ഒരു വാല്യൂ നമുക്ക് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു T ½ × M × L² cos² θ ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് L² sin² θ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × M × L² ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ ഇൻറ്റു ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ cos² θ പ്ലസ് sin² θ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × M × L² തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റും ഇത് കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റുമാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് V = mgh എന്നതാണ്. ഫ്രം ദ ഫിഗർ L = Y + H ആണ്. അങ്ങനെയാണെങ്കിൽ mg, Hന് പകരം എങ്ങനെ എഴുതാം, L - Y എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു mg. Y എന്ന് പറഞ്ഞാൽ എന്താണ്, L cos θ. അപ്പോൾ L cos θ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു mgL 1 - cos θ. mgL 1 - cos θ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടി. സോ ലഗ്രാഞ്ചിയൻ = T - V. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × M × L² ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് mgL 1 - cos θ എന്ന് എഴുതാം. mgL 1 - cos θ. ഇനി ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് d/dt ഓഫ് ∂L / ∂θ ഡോട്ട് മൈനസ് ∂L / ∂θ that is equal to 0. This is the Lagrangian equation. അപ്പോൾ നമുക്ക് ∂L / ∂θ ഡോട്ട് കാണണം, ∂L / ∂θ കാണണം, എന്നിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് റിലേഷൻ എന്നുള്ളത് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ഓരോ ടേംസ് കാണാം. ആദ്യം ∂L / ∂θ ഡോട്ട് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ∂L / ∂θ ഡോട്ട് mL θ ഡോട്ട് L² θ ഡോട്ട് എന്ന് വരും. അതുപോലെ ∂L / ∂θ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം -mgL sin θ എന്ന് കിട്ടും. d/dt ഓഫ് mL² θ ഡോട്ട്
പ്ലസ് എം ജി എൽ സൈൻ തീറ്റ സീക്വൽ ടു 0. Then m l square theta double dot plus m g l sin theta equal to 0. ഇതിനെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. അപ്പോൾ തീറ്റ ഡബിൾ ഡോട്ട് വന്നു. ഫ്രം ദിസ് തീറ്റ ഡബിൾ ഡോട്ട് is equal to മൈനസ് എം ജി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ. എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് പോയി, എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു. സോ മൈനസ് ജി ഡിവൈഡ് ബൈ എൽ സൈൻ തീറ്റ. ഇനി ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, കാരണം നമ്മളൊരു സ്മോൾ ആംഗിളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഓസിലേഷൻ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്കിവിടെ കിട്ടുള്ളൂ. അപ്പോൾ തീറ്റ ഇസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ തീറ്റ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ജി ഡിവൈഡ് ബൈ എൽ തീറ്റ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റിലേഷനാണ്. ഈ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഇക്വേഷനുമായിട്ട് നമ്മളിതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എങ്ങനെ നമ്മുടെ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എസ് സ്ക്വയർ സീക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷനുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒമേഗ സ്ക്വയർ സീക്വൽ ടു ജി ഡിവൈഡ് ബൈ എൽ എന്ന് നമുക്ക് കിട്ടും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഡിവൈഡ് ബൈ ടി, ടൈം പീരീഡുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒമേഗ സീക്വൽ ടു 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് ടി എന്നതാണ്. അപ്പോൾ ഒമേഗ സീക്വൽ ടു റൂട്ട് ഓഫ് ജി ഡിവൈഡ് ബൈ എൽ, ദെൻ 2π ഡിവൈഡ് ബൈ ടി സീക്വൽ ടു റൂട്ട് ഓഫ് ജി ഡിവൈഡ് ബൈ എൽ. ഫ്രം ദിസ് ടൈം പീരീഡ് സീക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടി. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ടൈം പീരീഡ്. ഒരു സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ്റെ ടൈം പീരീഡ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി, വേർ എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആൻഡ് ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് അച്യൂട്ട് മെഷീൻ. അച്യൂട്ട് മെഷീൻസ്, അച്യൂട്ട്സ് മെഷീൻ. അച്യൂട്ട് മെഷീൻ എന്ന് പറഞ്ഞാൽ രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള ഒരു മാസ്, അതായത് രണ്ട് മാസം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, M1ഉം M2ഉം. അത് രണ്ടും ഈക്വൽ അല്ല, അൺഈക്വൽ ആയിട്ടുള്ളൊരു മാസിനെ ഒരു എക്സ്റ്റൻസിബിൾ സ്ട്രിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. മാത്രമല്ല ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പുള്ളി വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ പുള്ളി എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലായിട്ട് കൺസിഡർ ചെയ്യാണ്. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മുടെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദിസ് ഈസ് ദ മാസ് M1. ഈ ഒരു മാസ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് എന്ന് പറയുന്നത് എക്സും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് നമുക്ക് L - x ആയിട്ട് നമുക്ക് എഴുതാം. ഈ ഒരു മാസ് എന്ന് പറയുന്നത് M2. രണ്ടും അൺഈക്വൽ മാസ് ആയതുകൊണ്ടാണ് രണ്ടിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കുന്നത്. രണ്ടും ഈക്വൽ മാസ് ആണെങ്കിൽ രണ്ടും ഒരേപോലെ ആയിരിക്കും, ഒരേ ഒരു പർട്ടിക്കുലർ റെഫറൻസിലായിരിക്കും രണ്ട് അലൈൻ ചെയ്യുക. രണ്ടും അൺഈക്വൽ മാസ് ആയതുകൊണ്ടാണ് M1ഉം M2ൻ്റെയും ഒരു വ്യത്യാസം, ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഈ ഒരു മെഷീന് പറയുന്ന പേരാണ് അറ്റ്വുഡ്സ് മെഷീൻ എന്നാണ് പറയാം. ഇതിൻ്റെ കേസിലുള്ള ടൈം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 + M2 ഇൻറ്റു S ഡോട്ട് സ്ക്വയർ എന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു M1 GX മൈനസ് M2 GL - x എന്നതാണ്. ദെൻ കൈനറ്റിക് ലഗ്രാഞ്ചിയൻ ഈസ് ഈക്വൽ ടു T - V ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 + M2 S ഡോട്ട് സ്ക്വയർ പ്ലസ് വരാൻ ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസും കൂടി കൂടുമ്പോൾ പ്ലസ് ആയി M1 GX പ്ലസ് M2 GL - x. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഡോയൽ ഇക്വേഷൻ ഓഫ് മോഷൻ, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ദാറ്റ് ഈസ് d/dt ഓഫ് ഡോയൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ്, നമ്മളിവിടെ റെഫറൻസ് തീറ്റ ഡോട്ട് അല്ല എക്സ് ഡോട്ട് ആണ്. അപ്പോൾ d/dt ഓഫ് ഡോയൽ ഡിവൈഡ് ബൈ ഡോ എസ് ഡോട്ട് മൈനസ് ഡോയൽ ഡിവൈഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0. ദെൻ ഓരോന്നിൻ്റെ വാല്യൂ കാണാം. ഡോയൽ ഡിവൈഡ് ബൈ ഡോ എസ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 + M2
ഇൻറ്റു 2 എസ് ഡോട്ട്. അപ്പോൾ ഹാഫ് ക്യാൻസൽ ചെയ്ത് പോയി, എസ് ഡോട്ട് ഇവിടെ വരും. ദെൻ ഡോ എൽ ഡിവൈഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ആദ്യത്തെ എല്ലിൽ എക്സിൻ്റെ ടേംസ് ഇല്ല, അപ്പോൾ 0. രണ്ടാമത്തെ ടേംസിൽ m1g പ്ലസ് മൈനസ് m2g എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു g. ദെൻ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഡി ബൈ ഡി ടി ഓഫ് m1 പ്ലസ് m2 ഇൻറ്റു എസ് ഡോട്ട് പ്ലസ് അല്ല മൈനസ് m1 മൈനസ് m2 ഇൻറ്റു g എന്ന് എഴുതാൻ പറ്റും. m1 മൈനസ് m2 ഇൻറ്റു g. സോ ഡിഫറൻസിൽ കാണാം, m1 പ്ലസ് m2 ഇൻറ്റു എസ് ഡബിൾ ഡോട്ട് മൈനസ് m1 മൈനസ് m2 ഇൻറ്റു g, that is equal to 0. From this m1 plus m2 into x double dot is equal to m1 minus m2 into g. From this s double dot is equal to that is equal to m1 minus m2 divided by m1 plus m2 into g. This is the relation for the equation of motion in a machine of acute machine. Okay, അപ്പോൾ acute മെഷീൻ്റെ കേസിലുള്ള ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ യൂസിങ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. എസ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു g. ഓക്കെ, അടുത്ത് നമുക്ക് LCR സർക്യൂട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. മൂന്നാമത്തത് LCR സർക്യൂട്ട്. ഇതിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷനാണ്. LCR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്റ്റൻസ്, പിന്നെ ഒരു കപ്പാസിറ്റൻസ്, പിന്നെ ഒരു റെസിസ്റ്റൻസ്, LCR. ഇതിനെ നമുക്കൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു സർക്യൂട്ടിനാണ് നമ്മൾ എന്താ പറയുക, LCR സർക്യൂട്ട് എന്ന് പറയാം. ഈ ഒരു സർക്യൂട്ടിൻ്റെ കേസിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ഐ സ്ക്വയർ. ഇതിൽ എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2c. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ക്യൂവിൻ്റെ ടേംസിലേക്ക് കംപ്ലീറ്റ് മാറ്റാം. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി ആണ്, ദാറ്റ് ഈസ് ക്യൂ ഡോട്ട്. അപ്പോൾ കൈനറ്റിക് എനർജിനെ നമുക്ക് ക്യൂ ഡോട്ടിൻ്റെ ടേംസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ടി മൈനസ് വി ആണ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ഐ സ്ക്വയർ, ദാറ്റ് ഈസ് ക്യൂ ഡോട്ട് സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2c എന്ന് വരും. ദിസ് ഈസ് എ ലഗ്രാഞ്ചിയൻ. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണം. അപ്പോൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടെത്താണ്. ആദ്യം ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഡോട്ട് കാണണം, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂ ഡോട്ട്. അടുത്ത് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ, അത് മൈനസ് ക്യൂ ഡിവൈഡ് ബൈ സി എന്ന് വരും, മൈനസ് ക്യൂ ഡിവൈഡ് ബൈ സി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എൽ ക്യൂ ഡോട്ട് പ്ലസ് ക്യൂ ബൈ സി ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഫ്രം ദിസ് എൽ ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ക്യൂ ബൈ സി is equal to 0. നമുക്ക് ക്യൂ ഡബിൾ ഡോട്ട് is equal to മൈനസ് ക്യൂ ഡിവൈഡ് ബൈ എൽ സി എന്ന് എഴുതാം. ഇതൊരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒമേഗ സ്ക്വയർ is equal to 1 ഡിവൈഡ് ബൈ റൂട്ട് എൽ സി എന്ന് എഴുതാം. സോ ടൈം പീരീഡ് is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 ഡിവൈഡ് ബൈ 2 പൈ റൂട്ട് ഓഫ് എൽ സി എന്നുള്ള ഇക്വേഷനൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. This is the relation for the time period in a LCR circuit using Lagrangian equation of motion. Okay. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ യൂസിങ് പോളാർ കോർഡിനേറ്റ്. ഒരു പോളാർ കോർഡിനേറ്റ് വെച്ചിട്ട്, അതായത് നമ്മൾ കൺസ്ട്രെയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുന്നത്, അതും ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിൽ. അതും ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മോഷൻ
of a single particle using polar coordinate. So let r and theta is the polar coordinate. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഏതാണ്? ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു, ഇവിടെ ആർ എന്ന് പറഞ്ഞത് കൺസ്ട്രെയിൻ്റ് അല്ല, വേരിങ് ക്വാണ്ടിറ്റിയാണ്. തീറ്റ എന്ന് പറഞ്ഞതും വേരിങ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് കോസ് തീറ്റ ആർ ഡോട്ട്. അതുപോലെ വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് സൈൻ തീറ്റ ആർ ഡോട്ട്. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് രണ്ടിനും ഡിഫറൻഷ്യൽ ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ദെൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എസ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എസ് ഡോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, വൈ ഡോട്ടിൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് 2r സ്ക്വയർ സൈൻ സ്ക്വയർ 2r സൈൻ തീറ്റ മൈനസ് ഉണ്ടാവും കേട്ടോ, മൈനസ് 2r സൈൻ തീറ്റ തീറ്റ ഡോട്ട് കോസ് തീറ്റ ആർ ഡോട്ട്. ഇത്രയാണ് നമ്മൾക്ക് എസ് ഡോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടുക. ഇനി വൈ ഡോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് 2r കോസ് തീറ്റ തീറ്റ ഡോട്ട് സൈൻ തീറ്റ ആർ ഡോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു, ഇവിടെ നോക്കാം, ഇവിടെ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ, ഇവിടെ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ, രണ്ടിലും ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ രണ്ട് ടേം നമുക്ക് കിട്ടി. ഇവിടെ മൈനസ് 2r സൈൻ തീറ്റ തീറ്റ ഡോട്ട് കോസ് തീറ്റ ആർ ഡോട്ട് പ്ലസ് 2r കോസ് തീറ്റ തീറ്റ ഡോട്ട് സൈൻ തീറ്റ ആർ ഡോട്ട് ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ വരുന്നത് കോസ് സ്ക്വയർ തീറ്റ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. അപ്പോൾ അതിന് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ കൈനറ്റിക് എനർജി. ഇനി ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമുക്ക് എഴുതാം. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്രയാണെന്ന് നമുക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ജനറൽ ഫോം ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡഡ് ബൈ ഡോ ആർ ക്യൂ ഡോട്ട് എടുക്കാം, ജനറലൈസ് ആയിട്ടുള്ള കോർഡിനേറ്റ് എടുക്കാം. ദാറ്റ് ഈസ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ജെ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ രണ്ട് കോർഡിനേറ്റ് ആണുള്ളത്, ആറും ഉണ്ട് തീറ്റയും ഉണ്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ആർ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ആർ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ആർ ഡോട്ട് മൈനസ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ജെ. ഇതെഴുതാം. ഫ്രം ദിസ് അപ്പോൾ ടൈം പീരീഡ് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഡോ ടി ഡിവൈഡ് ബൈ ഡോ ആർ ഡോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ, ആർ ഡോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ ഡോട്ട് എന്ന് വരും. അതുപോലെ ഡോ ടി ഡിവൈഡ് ബൈ ഡോ ആർ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ക്യൂ ജിൻ്റെ വാല്യൂ കാണണം. ക്യൂ ജെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ആർ ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ എന്നതാണ്. വിത്ത് റെസ്പെക്റ്റ് ക്യൂ ജെ എന്നുള്ളത് നമ്മളിവിടെ എന്താക്കി എടുക്കുകയാണ്, ആറാക്കി എടുത്തു. അപ്പോൾ ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ആർ. This is the equation of motion in terms of r in a polar coordinate by Lagrangian equation. ഇനി in terms of theta, തീറ്റയുടെ ടേംസ് നമ്മൾ ഇതാണ്. ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ജെ.
Okay, then dot t divided by dot theta dot, that is equal to mr square theta dot t divided by dot theta, that is equal to 0. Then qj is equal to f theta dot r divided by dot theta, dot r divided by dot theta, where r is equal to r cos theta plus r sin theta. ഇത് ഐ ക്യാപ്പാണ്, ഇത് ജെ ക്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഡോ ആർ ഡിവൈഡ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ ക്യാപ്പ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ആർ ഡോട്ട് ആർ ഡിവൈഡ് ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു തീറ്റ ക്യാപ്പ്. അപ്പോൾ ദ റിലേഷൻ ബിക്കം എം ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് വരാൻ ഡി ബൈ ഡി ടി കൊടുത്തിട്ടാണ്, ഈ ടേമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് തീറ്റ ആർ തീറ്റ ഗ്യാപ്പ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് തീറ്റ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ പോളാർ യൂസിങ് പോളാർ കോർഡിനേറ്റ് by Lagrangian equation of motion. Okay, then last example ഓട് നമുക്ക് പറയാം മോഷൻ അണ്ടർ എ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന മോഷൻ ഇക്വേഷൻ ഓഫ് മോഷനാണ്. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ പോളാർ കോർഡിനേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ ഡോട്ട് സ്ക്വയർ. ഇവിടെ പൊട്ടൻഷ്യൽ നമുക്ക് വി ഓഫ് ആർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലഗ്രാഞ്ചിയൻ ഈസ് ഈക്വൽ ടു ടി മൈനസ് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ ഡോട്ട് സ്ക്വയർ മൈനസ് വി ഓഫ് ആർ എന്നെഴുതാം. ഇനി ലഗ്രാഞ്ചിയൻ ഇൻ ടേംസ് ഓഫ് ആർ എഴുതണം, ഇൻ ടേംസ് ഓഫ് തീറ്റ എഴുതണം, കാരണം രണ്ട് കോർഡിനേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് ആർ, ഇൻ ടേംസ് ഓഫ് ആർ ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് dou L divided by dou r dot minus dou L divided by dou r is equal to 0. Then dou L divided by dou r dot is equal to m r dot, dou L divided by dou r is equal to m theta dot square r minus dou v divided by dou r. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എം ആർ ഡോട്ട് മൈനസ് എം തീറ്റ ഡോട്ട് സ്ക്വയർ ആർ പ്ലസ് dou v divided by dou r, that is equal to m r double dot minus m theta dot square r plus dou v divided by dou r, that is equal to 0. This is the relation for the equation of motion for a under central force field. In terms of theta, equation എന്ന് പറയുന്നത് d by dt of dou L divided by dou theta dot minus dou L divided by dou theta is equal to 0. Then dou L divided by dou theta dot is equal to m r square theta dot, dou L divided by dou theta is equal to 0. Then d by dt of m r square theta dot is equal to 0. ഓക്കെ, ഇവിടെ ആർ എന്ന് പറഞ്ഞത് എന്താണ്? വേരിങ് ആണ്, തീറ്റയും വേരിങ് ആണ്. റിലേഷൻ എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2m r dot theta dot, that is equal to 0. That is equal to r theta double dot plus theta dot 2r dot, that is equal to 0. This is the equation of motion, equation of motion for a under central force field in terms of theta using Lagrangian equation of motion. അപ്പോൾ ഇത്രയും എക്സാമ്പിളുകളാണ് നമുക്ക് ലഗ്രാഞ്ചിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിരുന്നു, ഒരു നോൺ കൺസർവേറ്റീവിൻ്റെ സിസ്റ്റത്തിൽ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.